8-9 വയസ്സൊക്കെയുള്ള കുട്ടികൾ കളിക്കും, വീഴും, മുട്ടിന് മുറിവുണ്ടാകും, ചിലപ്പോൾ എല്ല് പൊട്ടും. നാട്ടിൽ പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ അനിയന്മാരുടെ കൂടെ ഓടിക്കളിച്ച് വീണൊരു എല്ല് പൊട്ടിയ 4-ാം ക്ലാസ്സുകാരി കുഞ്ഞിന് ആയുഷ്കാല അംഗവൈകല്യം, വലത്തേക്കൈ മുറിച്ചു മാറ്റിയെന്ന വാർത്ത വായിച്ചപ്പോൾ തോന്നിയൊരു ആന്തൽ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. പാലക്കാട് റിപ്പോർട്ടർ ഷംന വീട്ടിൽ പോയതാണ്. വീടെന്ന് വിളിക്കാനൊന്നും കഴിയില്ല. നീല ടാർപ്പാളിനൊക്കെ വലിച്ചു കെട്ടിയ ഒരു ചാളപ്പുരയാണ്. ഈ പറയുന്ന ക്ഷേമത്തിന്റെയും വികസനത്തിന്റെയും പാലും പഴവും തേങ്ങയും കിട്ടാത്തവരാണ്. കൂലിപ്പണിക്കാരൻ അച്ഛൻ, എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകുന്ന പാവങ്ങളാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ, രാഷ്ട്രീയ ശക്തിയില്ലാത്തവർ, സ്വാധീനമില്ലാത്തവർ അടിസ്ഥാന വർഗമാണ്. ഇന്നലെ വരെ ഓടിക്കളിച്ച് നടന്ന ഒരു ചെറിയ കുട്ടി ഏതാനും ദിവസങ്ങളിൽ കൊടിയ വേദനയുടെ പാരാവാരം താണ്ടി ഒടുവിൽ എൻ്റെ കൈയെവിടെ അമ്മേ, അത് മുറിച്ചു കളഞ്ഞോ എന്ന കണ്ണീർ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ മോളെ നമുക്ക് പുതിയ കൈ വെക്കാം എന്നൊരമ്മയ്ക്ക് ആശ്വസിപ്പിക്കേണ്ട ഗതികേട് ഈ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാരകമാണ്, ഭീകരമാണ്. ആ കുഞ്ഞ് രാത്രി ഉറങ്ങാൻ കഴിയാതെ പിറ്റേന്ന് പോയപ്പോൾ കൈ ഒടിഞ്ഞതല്ലേ, വേദനയൊക്കെ ഉണ്ടാകും എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വിട്ടതടക്കം അനാസ്ഥകൾ എണ്ണി പറയുമ്പോൾ വന്നു പതിവ് പോലെ ന്യായവാദങ്ങൾ, വൈറ്റ് വാഷ് അടി. അന്വേഷണ റിപ്പോർട്ടിൽ മുറിവിനെ പറ്റി മിണ്ടാട്ടമില്ല. മെഡിക്കൽ അനാസ്ഥയല്ല, ഡോക്ടർമാരുടെ പിഴവല്ല. ഒരു പടി കൂടി കടന്ന് കൈപോയ കുറ്റം അത്രയും വീട്ടുകാരുടെ മണ്ടയ്ക്ക് വെക്കുന്നതാണ് ഡോക്ടർമാരുടെ സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷാ സമ്മേളനം. നീര് വെച്ചപ്പോഴേക്കും കൊണ്ടുവരാൻ വൈകിയെന്നാണ് പറച്ചിൽ. ഇതാ ഷോൾഡർ മുതൽ കൈ മൊത്തം പ്ലാസ്റ്റർ അടിച്ചു വിട്ടാൽ നീരുണ്ടെങ്കിൽ തന്നെ വീട്ടുകാരെങ്ങനെ അറിയാനാ സൂപ്രണ്ടേ? ഏതോ മെഡിക്കൽ ജേണലൊക്കെ എഴുന്നള്ളിച്ച് റയറസ്റ്റ് ഓഫ് ദ റയർ, കോംപ്ലിക്കേറ്റഡ് പ്രതിഭാസം എന്നൊക്കെയാണ് തള്ള്. വ്യക്തതയില്ലാത്ത അനുമാനങ്ങളാണ്. വേദനയിൽ നിൽക്കുന്ന വീട്ടുകാരെ പിന്നെയും അധിക്ഷേപിക്കുന്ന കൊട്ടത്താപ്പ് വാർത്താ സമ്മേളനം നടത്താൻ നാണമുണ്ടോ? ബയോപ്സി അടക്കം സമഗ്രാന്വേഷണ റിപ്പോർട്ട് വരും മുൻപ് ഈ സിസ്റ്റത്തിന് പിഴവില്ലെന്ന് സ്ഥാപിക്കാനുള്ള വൃത്തികെട്ട വ്യഗ്രതയാണ് മെഡിക്കൽ ജേണലും വ്യക്തതയില്ലാത്ത അനുമാനങ്ങളും ആ കുറ്റച്ചാർത്തും സാറന്മാര് കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. ഏതെങ്കിലും കാശുള്ള വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കൊമ്പത്തെ നേതാവിന്റെ കൊച്ചിനാണ് ഈ അവസ്ഥയെങ്കിൽ പറയുവോ ഇതുപോലെ നെറികെട്ട ന്യായം? ആ നമ്പർ 1 ഇമേജ് നഷ്ടപേടിയിൽ സിസ്റ്റം സംരക്ഷണ വ്യഗ്രതയുടെ രക്തസാക്ഷിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശ്വാസം മുട്ടി മരിച്ച ബിന്ദു. കോഴിക്കോട്ടെ ഹർഷനയുടെ കാര്യത്തിൽ കണ്ടതുപോലെ കൂടെ ഉണ്ടാകുമെന്ന വ്യാജം പറച്ചിലും വെറും വാക്കും വഞ്ചനയുമാണ് സർക്കാർ പ്ലാനെങ്കിൽ മനസാക്ഷിയുള്ള കേരളം ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണം. ഒന്ന് കളിച്ചു വീണ കുറ്റത്തിന് അകാലത്തിൽ കൈമുറിച്ചു പോയ 4-ാം ക്ലാസ്സുകാരിക്ക് ലക്ഷങ്ങൾ എത്രയാണെങ്കിലും ഈ കേരളം കരുത്തുറ്റ കൈത്താങ്ങാവണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ?